ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഡ്യൂ ടു അതുപോലെ തന്നെ ബിക്കോസ് ഓഫ്. ഡ്യൂ ടു അതുപോലെ തന്നെ ബിക്കോസ് ഓഫ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരേ രീതിയിലാണ്, ഒരേ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, ഒരേ സാഹചര്യത്തിലാണ് ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഡ്യൂ ടു അതുപോലെ തന്നെ ബിക്കോസ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ വാക്കുകൾ, എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്താണ് ഇവ തമ്മിലുള്ള സാമ്യത, വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡ്യൂ ടു, എന്താണ് ബിക്കോസ് ഓഫ്. ഓക്കെ, ഈ രണ്ട് പ്രയോഗങ്ങളും ഈ രണ്ട് രീതികളും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു കാരണം പറയാൻ വേണ്ടിയിട്ടാണ്, എന്തിൻ്റെങ്കിലും റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാം, ഡ്യൂ ടു ബിക്കോസ് ഓഫ് ഒക്കെ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതിനാലാണ് ഇങ്ങനെ ഉണ്ടായത്, അതുകൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യൂ ടു അതുപോലെ തന്നെ നമ്മൾ ബിക്കോസ് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിക്കോസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യൂ ടു അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇനി പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്, ഈ രണ്ട് വേർഡ്സും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരേ സാഹചര്യത്തിൽ ഒരേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വാക്കും നമുക്ക് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഒരേ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാമെങ്കിലും നമ്മൾ ഡ്യൂ ടു എന്ന് പറയുന്ന ഈ ഒരു രീതി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നൗണിന് ശേഷമായിരിക്കും, നൗൺ പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഡ്യൂ ടു ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ബിക്കോസ് ഓഫ് എന്ന് പറയുന്ന ഈ രീതി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നൗൺ അല്ല ഉപയോഗിക്കേണ്ടത്, നമ്മളൊരു വെർബിന് ശേഷമാണ് നമ്മൾ ബിക്കോസ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരേ സിറ്റുവേഷനിൽ ഒരേ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ പറയുന്നതിനേക്കാൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. ഓക്കെ, ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, ഗെയിം മത്സരങ്ങൾ, ഗെയിം ക്യാൻസൽ ചെയ്തത് മഴ കാരണമാണ് എന്ന് പറയാണ്. ഗെയിം ക്യാൻസൽ ചെയ്തത് മഴ മൂലമാണ്, മഴ കാരണമാണ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഡ്യൂ ടു വെച്ചിട്ട് നമുക്ക് പറയാം, അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഡ്യൂ ടു നമ്മൾ പറയുന്നത് നൗണിന് ശേഷമായിരിക്കണം, അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിന് ശേഷമായിരിക്കണം. അപ്പോൾ ആ ഒരു നിയമം വെച്ചിട്ട് നമുക്ക് ഇത് രണ്ട് രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും. ആദ്യം ഞാൻ ഡ്യൂ ടു വെച്ചിട്ട് ഈ കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാണിച്ചു തരാം. ഇങ്ങനെയാണ് പറയുന്നത്, ദ ഗെയിം ക്യാൻസലേഷൻ വാസ് ഡ്യൂ ടു ഹെവി റെയിൻഫോൾ. The game cancellation was due to heavy rainfall. Game cancellation, game cancel ആവാൻ കാരണം ഡ്യൂ ടു ഹെവി റെയിൻഫോൾ, റെയിൻഫോൾ കാരണമാണ്. റെയിൻഫോൾ, നല്ല മഴ വർഷിച്ചത് കാരണമാണ് ഗെയിം ക്യാൻസൽ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഇവിടെ ഗെയിം ക്യാൻസലേഷൻ എന്നാണ് പറയുന്നത്. ഗെയിം ക്യാൻസലേഷൻ എന്ന് പറയുമ്പോൾ അത് വെർബല്ല, നൗൺ ആണ്. ഗെയിം ക്യാൻസലേഷൻ എന്ന് പറയുമ്പോൾ അത് നൗൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡ്യൂ ടുവിന് മുമ്പ് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചത്. ഒന്നുകൂടെ പറയാം, ദ ഗെയിം ക്യാൻസലേഷൻ വാസ് ഡ്യൂ ടു ഹെവി റെയിൻഫോൾ. ഇനി വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിക്കോസ് ഓഫ് വെച്ചിട്ട് ഈ കാര്യം ഒന്നുകൂടെ പറയാം. ഇങ്ങനെയാണ് ഇത് പറയുന്നത്, ദ ഗെയിം ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻഫോൾ. ദ ഗെയിം ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻഫോൾ. അവിടെ ഡ്യൂ ടുവിന് പകരം നമ്മൾ ബിക്കോസ് ഓഫ് ആണ് വെച്ചത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്യാൻസലേഷൻ എന്നല്ല നമ്മൾ പറഞ്ഞത്, ക്യാൻസൽഡ് എന്നാണ്. ദ ഗെയിം ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻഫോൾ. നല്ല ശക്തമായ മഴ കാരണം എന്ത് സംഭവിച്ചു, ഗെയിം ക്യാൻസൽ ചെയ്തു. ഗെയിം ക്യാൻസൽഡ്, ക്യാൻസൽഡ് എന്ന് പറയുമ്പോൾ അത് വെർബാണ്, വെർബിന്റെ പാസ്റ്റ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ ഡ്യൂ ടുവും അതുപോലെ തന്നെ ബിക്കോസ് ഓഫും തമ്മിൽ വരുന്നത്. ഇപ്പോ ഒരാൾ ഇങ്ങനെ പറയാണ്, പ്ലാനിങ്ങിന്റെ പോരായ്മയാണ് ബിസിനസ് തകരാനുണ്ടായ കാരണം. പ്ലാനിങ്ങിന്റെ പോരായ്മയാണ് ബിസിനസ് തകരാനുണ്ടായ കാരണം എന്ന് പറയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അപ്പോൾ ഒന്നാമത് ഡ്യൂ ടു വെച്ചിട്ട് നമ്മൾ ഈ കാര്യം എങ്ങനെയാ പറയാ, പ്ലാനിങ്ങിന്റെ പോരായ്മ, അഭാവം മൂലമാണ് ബിസിനസ് തകരാനുണ്ടായ കാരണം. എങ്ങനെയാ പറയാ, ഇങ്ങനെയാണിത് പറയുന്നത്, ദ ബിസിനസ് ഫെയിലിയർ വാസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പ്ലാനിങ്. ദ ബിസിനസ് ഫെയിലിയർ വാസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ലാക്ക്, പോരായ്മ കാരണമാണ് ബിസിനസ് ഫെയിലിയർ ആയത്. ദ ബിസിനസ് ഫെയിലിയർ വാസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്ലാനിങ്.
അവിടെ ബിസിനസ് ഫെയിലിയർ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. ബിസിനസ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ അത് നൗണാണ്. ഇതിന് നമുക്ക് എന്ത് പറയാം? ബിക്കോസ് ഓഫ് വെച്ചിട്ട് പറയാം. അപ്പൊ ആ നൗണിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? വെർബ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ദ ബിസിനസ് ഫെയിൽഡ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് പ്ലാനിങ്. ദ ബിസിനസ് ഫെയിൽഡ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ അഭാവം മൂലമാണ് ബിസിനസ് പരാജയപ്പെട്ടത്. ഇവിടെ നമ്മൾ ബിസിനസ് ഫെയിൽഡ് എന്നാണ് പറയുന്നത്. ബിസിനസ് ഫെയിൽഡ് എന്ന് പറയുമ്പോൾ അത് നൗൺ അല്ല, അത് വെർബാണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോ ഒരാൾ ഇങ്ങനെ പറയാണ്, സ്നേഹയുടെ വിജയം അവളുടെ മാതാപിതാക്കൾ കാരണമാണ്. സ്നേഹ വിജയിച്ചതെന്ന് പറയാണ്. അപ്പോൾ സ്നേഹയുടെ വിജയം അവളുടെ മാതാപിതാക്കൾ കാരണമാണ്. ഇങ്ങനെയാണ് ഇത് പറയുന്നത്, സ്നേഹാസ് സക്സസ് വാസ് ഡ്യൂ ടു ഹെർ പാരൻസ്. അവളുടെ പാരൻസ്, സ്നേഹയുടെ പാരൻസ് കാരണമാണ് അവളുടെ വിജയം. സ്നേഹാസ് സക്സസ് വാസ് ഡ്യൂ ടു ഹെർ പാരൻസ്. ഇവിടെ സക്സസ് എന്നാണ് പറഞ്ഞത്, അത് നൗൺ ആണ്. ഈ തന്നെ നമുക്ക് വെർബാക്കിയിട്ട് പറയാം, ബിക്കോസ് ഓഫ് വെച്ചിട്ട് പറയാം. ഇങ്ങനെയാ പറയാം, സ്നേഹ ബിക്കെയിം സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് ഹെർ പാരൻസ്. സ്നേഹയുടെ മാതാപിതാക്കൾ കാരണമാണ് സ്നേഹ വിജയിച്ചത്. സ്നേഹ ബിക്കെയിം സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് ഹെർ പാരൻസ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഇപ്പോ ഇങ്ങനെ പറയാണ്, ശക്തമായ മഞ്ഞുവീഴ്ച കാരണമാണ് കാർ ആക്സിഡന്റ് ആയത്. The car accident was due to heavy snowfall. ശക്തമായ മഞ്ഞുവീഴ്ച കാരണമാണ് കാർ ആക്സിഡന്റ് ഉണ്ടായത്. The car accident was due to heavy snowfall. ഇവിടെ കാർ ആക്സിഡന്റ് എന്നാ പറഞ്ഞത്. കാർ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അത് നൗൺ ആണ്. ഇനി ഇതിനെ നമുക്ക് ബിക്കോസ് ഓഫ് വെച്ചിട്ടും പറയാം. ഇത് ഇങ്ങനെയാ പറയുന്നത്, The car accident happened because of heavy snowfall. ഇവിടെ കാർ ആക്സിഡന്റ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു. ആ ഹാപ്പൻഡ് എന്ന് പറയുമ്പോൾ അത് വെർബാണ്. സംഭവിക്കുക എന്നുള്ളത് വെർബാണ് എന്നുള്ളതാണ്. ദ കാർ ആക്സിഡന്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ഹെവി സ്നോഫാൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിക്കോസ് ഓഫ് അതുപോലെ തന്നെ ഡ്യൂ ടു ഉപയോഗിക്കുന്നത്. രണ്ടും ഒരേ സാഹചര്യത്തിൽ ഒരേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഡ്യൂ ടു ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു നൗണിന് ശേഷമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബിക്കോസ് ഓഫ് ഉപയോഗിക്കുന്നത് ഒരു വെർബിന് ശേഷമായിരിക്കണം. ഒരേ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.